ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇങ്ങനെ വായിൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ, അതുപോലെ വളരെ രുചികരമായിട്ടുള്ള നല്ല ചെറുപയർ പരിപ്പ് കൊണ്ടിട്ടുള്ള നല്ലൊരു ഹൽവയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓടുകൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്കിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യമാണ് നമ്മുടെ ഈ ചെറുപയർ പരിപ്പാണ്. അതായത് പച്ച ചെറുപയറുണ്ടല്ലോ, അതിൻ്റെ ആ പുറത്തുള്ള ആ പുറം തോലൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് ഈ ചെറുപയർ പരിപ്പ് എന്ന് പറയുന്നത്. 1 കപ്പ് അളവിലാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവ് തന്നെ ധാരാളം മതിയാവും. ഇതുപോലെ 1 കപ്പ് അളവ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മുടെ ചെറുപയർ പരിപ്പിലുള്ള പൊടിയും അഴുക്കൊക്കെ ഒന്ന് മാറാനായിട്ടാണ്. 1-2 വെള്ളത്തിലൊന്ന് കഴുകാം. അതിനുശേഷം ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളവും ഒന്ന് തട്ടി മാറ്റിയാൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം എല്ലാം മാറ്റി എടുത്തിട്ടുള്ള ചെറുപയർ പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുതിർത്തെടുത്തിട്ടില്ല, ഈ പരിപ്പ് വന്നിട്ട് കുതിർത്തെടുത്തിട്ടില്ല, കഴുകിയിട്ട് വെള്ളം മാറ്റിയിട്ടുള്ളതാണ്. ഇനി വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് അല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം 1 മിനിറ്റ് നമ്മളൊന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ആ ചെറുപയർ പരിപ്പിലുള്ള ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. അതുവരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. ഇതുപോലെ കുറച്ച് സമയം നമ്മളൊന്ന് വറുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടാകും നമ്മുടെ ഈ ചെറുപയർ പരിപ്പിൻ്റെ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇനി ഒരുപാട് സമയത്ത് നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കളറെല്ലാം ലൈറ്റായിട്ട് ഇതുപോലൊരു ബ്രൗൺ കളർ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ നല്ല ചൂടാണ്. ഈ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. ചെറുതായിട്ട് ഈ പരിപ്പെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഫൈനായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല. ഇതുപോലെ ചെറിയ തരിയോടുകൂടി വേണം നമുക്കിത് പൊടിഞ്ഞ് കിട്ടേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഹൽവ തയ്യാറാക്കുമ്പോഴത്തേക്കും നെയ്യിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലൊരു ടേസ്റ്റ് വരുള്ളൂ. നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് തന്നെ എടുക്കാം. ഫസ്റ്റ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ വരുന്നവരെ മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് വറുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ലൈറ്റായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. വീണ്ടും ഒരുപാട് സമയം ഇട്ടിരിക്കരുത്, എങ്കിൽ പിന്നെ ആ ചൂടിലിരുന്നിട്ട് അതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറിപ്പോകും. ഇതുപോലെ എല്ലാം നമ്മളൊന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതേ നെയ്യിലേക്ക് തന്നെ 1 സ്പൂൺ അളവിൽ റവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു അളവിൽ മാത്രം മതിയാവും. ഒരുപാട് കൂടി പോകരുത്, ഒരേ 1 സ്പൂൺ അളവിൽ മതിയാവും. ഇത്രയും മാത്രം. അതുപോലെ തന്നെ അതേ അളവിൽ വേണ്ടതാണ് 1 സ്പൂൺ അളവിൽ കടലപ്പൊടിയും കൂടി. നമുക്കിത് രണ്ടും ചേർത്തിട്ട് നമ്മുടെ ഈ ഹൽവ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം മറന്നു പോകരുത്, ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ റവയുടെയും അതുപോലെ തന്നെ കടലമാവിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി വീണ്ടും നമ്മളിട്ട് നല്ലതുപോലെ വഴറ്റേണ്ട ആവശ്യമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മളിതാ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുപയർ പരിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ നെയ്യെല്ലാം നമ്മുടെ ഈ പരിപ്പിലേക്ക് ചേരുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം.
നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ നെയ്യെല്ലാം ഈ പരിപ്പിൽ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. 1 കപ്പ് ചെറുപയർ പരിപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടത്. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ട കെട്ടാതെ നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത വെള്ളം എല്ലാം വലിച്ചെടുത്ത് ഈ ഒരു ബോളിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടണം. നന്നായിട്ട് ഇതെല്ലാം സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതുപോലെ ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. 1 കപ്പ് അളവിൽ ചെറുപയർ പരിപ്പ് എടുക്കുമ്പോഴത്തേക്കും 1.25 കപ്പ് അളവിൽ പഞ്ചസാര നമുക്ക് ആവശ്യമായിട്ട് വരും. പഞ്ചസാര എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ ഈ പഞ്ചസാര എല്ലാം ഇതിലേക്കൊന്ന് ഉരുകി ചേരണം. എപ്പോഴും ഹൽവ തയ്യാറാക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതൊരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ മാത്രമേ ആ ഒരു ടെക്സ്ചർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ ഈ പഞ്ചസാരയിലുള്ള വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ഹൽവയെല്ലാം ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെറുതായിട്ട് വീണ്ടും ഇതൊന്ന് കുറുകി കിട്ടേണ്ടതായിട്ടുണ്ട്. വീണ്ടും കുറച്ച് സമയം കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അതിലെ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ടാവും. ഇതുപോലെ ഒരു ബോളിൻ്റെ ഷേപ്പിൽ നമുക്കിങ്ങനെ ഉരുണ്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത അതേ അളവിൽ തന്നെ ഒരു 3 സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർക്കുകയാണ്. നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിൽ നിന്ന് ഒരു അല്പം കൂടി കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫ്ലെയിം വെക്കരുത്. ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി മിക്സ് ചെയ്ത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത കാര്യമാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. നമ്മൾ ഈ ഹൽവ തയ്യാറാക്കുമ്പോൾ ഏലക്ക പൊടി ചേർക്കുന്നത് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. കൂടെ തന്നെ നമ്മളിതാ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും ബദാമും കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതുപോലെ നന്നായിട്ട് നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൽവ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും സമയം ഇത് ഇളക്കി എടുത്തുകൊണ്ടിരുന്ന സമയത്തെല്ലാം നമ്മുടെ ഈ സ്പാച്ചിലയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. കുറച്ച് ഇങ്ങനെ ഒഴുകി വരുന്ന ആ ടൈപ്പിലാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അത്രയും സമയം വരെ മാത്രം നമ്മൾ നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേറെ കളറൊന്നും പ്രത്യേകം ചേർക്കാതെ തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഹൽവ കഴിക്കുന്നതിൽ നിന്ന് ഒരു സ്പെഷ്യലായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. നല്ല ചൂടോടുകൂടി ഹൽവ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂടോടുകൂടി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തണുത്തിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നാളെ 2 മണിക്ക് നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.